ഇറാനിയൻ വിമാനങ്ങളുണ്ടെന്ന അമേരിക്കൻ വാർത്താ ചാനലായ CBSന്റെ റിപ്പോർട്ട് പാകിസ്ഥാൻ സർക്കാർ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. 2026 മെയ് 12 പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഈ റിപ്പോർട്ട് തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രകോപനപരവുമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. പ്രാദേശിക സമാധാനവും സുസ്ഥിരതയും തകർക്കാൻ വേണ്ടി ലക്ഷ്യം കണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്ലാമാബാദ് ചർച്ചകളുടെ ഭാഗമായി നയതന്ത്ര ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സംഘങ്ങളെയും ഭരണനിർവഹണ ജീവനക്കാരെയും എത്തിക്കുന്നതിനായി ഇറാനിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ചില വിമാനങ്ങൾ പാകിസ്ഥാനിൽ വന്നിട്ടുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. വെടിനിർത്തലിന് ശേഷം ഈ വിമാനങ്ങൾ താൽക്കാലികമായി പാകിസ്ഥാനിൽ തുടരുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക തയ്യാറെടുപ്പിന്റെയോ രഹസ്യ കരാറിന്റെയോ ഭാഗമല്ലെന്നും പാക് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇറാൻ യുദ്ധത്തിന്റെ കനൽ എരിയുമ്പോൾ അയൽരാജ്യമായ പാകിസ്ഥാനെയും സംശയമുനയിൽ നിർത്തിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിൽ ഇറാൻ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ തള്ളിയാലും ഇത്തരത്തിലുള്ള പല തെളിവുകളും അടിസ്ഥാനരഹിതമാണെന്ന് കാണിച്ചുകൊണ്ടാണ് മാധ്യമ വിസ്താരം വന്നിരിക്കുന്നത്. റാവൽപിണ്ടിക്ക് പുറത്തുള്ള നൂർഖാൻ എയർബേസിൽ ഇറാനിയൻ സൈനിക വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന വാർത്തകൾ കെട്ടുകഥയാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പല വാഗ്വാദങ്ങളും നടക്കുന്നുണ്ട്. അമേരിക്കയുടെ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ തങ്ങളുടെ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറ്റിയെന്നായിരുന്നു US മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി ചമഞ്ഞ് അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ മധ്യസ്ഥത വഹിക്കുമ്പോഴും പാകിസ്ഥാൻ രഹസ്യമായി ഇറാന് സൈനിക സഹായം നൽകുന്നു എന്ന ആരോപണം ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങളെ ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ കവചം ഒരുക്കുന്നു എന്ന വാദം ഗൗരവകരമായ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ പാകിസ്ഥാൻ പാടെ നിഷേധിക്കുകയായിരുന്നു. നിലവിൽ പാക് മണ്ണിലുള്ള ഇറാനിയൻ വിമാനങ്ങൾ പഴയ വെടിനിർത്തൽ കാലയളവിൽ എത്തിയതാണെന്നും അവയ്ക്ക് നിലവിലെ യുദ്ധവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ചിലരുടെ ഗൂഢാലോചനയാണ് ഈ വാർത്തകൾക്ക് പിന്നിലെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. വിമാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്ന വാദം തികച്ചും സാങ്കല്പികമാണെന്നും ഇസ്ലാമാബാദ് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനെയും ചർച്ചാമേശയിലെത്തിക്കാൻ ചൈനയ്ക്കൊപ്പം പാകിസ്ഥാനും സജീവമായി രംഗത്തുണ്ട്. ഇത്തരത്തിൽ നിർണായക ഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനങ്ങൾക്ക് പിന്നാലെ വിമാനങ്ങൾ എത്തിയത് യാദർച്ഛികമാണോ അതോ ആസൂത്രിതമാണോ എന്നതിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. ട്രംപ് ചൈനയിലെത്തി ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ പാകിസ്ഥാനിലെ ഈ വിമാന വിവാദം ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട്. ഇറാനുമായുള്ള ബന്ധത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്ന ഈ അയഞ്ഞ നിലപാട് അമേരിക്ക എങ്ങനെ നേരിടുമെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്.